ഒരു മെഡിക്കൽ കോളേജിലെ 2 സ്റ്റുഡൻസ് അടുപ്പിച്ച് സൂയിസൈഡ് ചെയ്യുകയാണ്. അതോടുകൂടി ആ കോളേജിൽ പ്രേതബാധ ഉണ്ടെന്നൊരു ന്യൂസ് വരുന്നു. അങ്ങനെ അവിടുത്തെ കോളേജ് മാനേജ്മെന്റ് അവിടെ പ്രേതമൊന്നും ഇല്ലാന്ന് തെളിയിക്കാൻ ഒരു പ്രൊഫഷണൽ ഗോസ്റ്റ് ഹണ്ടറിനെ കൊണ്ടുവരിക. അതാണ് നമ്മുടെ നായകൻ റൂബൻ. അവൻ അവിടെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. അവൻ ആ മരിച്ച കുട്ടികളുടെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ചോദ്യം ചെയ്യും. ആ ടൈമിലാണ് ആ ക്ലാസ് റൂമിൽ നിന്ന് മരിച്ച ഒരു കുട്ടി വരച്ച ഒരു സിമ്പിൾ കിട്ടുന്നത്. ആ സെയിം സിമ്പിൾ മരിച്ച മറ്റേ കുട്ടിയുടെ ബോഡിയിൽ നിന്നും കിട്ടും. അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് അവൻ നായികയെ കണ്ടുമുട്ടുന്നത്. അവളുടെ പേരാണ് അവന്തിക. അവൾ അവിടുത്തെ ടീച്ചറാണ്. അവൾക്ക് ഈ പ്രേതത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷെ അവൾ അവനെ ഹെൽപ്പ് ചെയ്യും. മരിച്ച 2 കുട്ടികൾക്കും കോമൺ ആയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അവന്തിക പറയും. ആ ഫ്രണ്ടാണെങ്കിൽ കുറച്ച് ഡേ ആയിട്ട് മിസ്സിംഗ് ആണ്. അവൻ്റെ ഗോസ്റ്റ് ഹണ്ടിങ് എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവന്തികയുടെ റൂമിൽ നിന്ന് സിഗ്നൽസ് കിട്ടും. പക്ഷെ അവനത് അവളോട് പറയില്ല. അപ്പോഴാണ് ആ മിസ്സിംഗ് ആയ 3ാമത്തെ ഫ്രണ്ട് തിരിച്ചു വരുന്നത്. റൂബൻ ഇതറിഞ്ഞിട്ട് ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകും. പക്ഷേ അവൻ എത്തുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയും സൂയിസൈഡ് ചെയ്യും. വവ്വാലുകൾ ഉണ്ടാക്കുന്നത് പോലെ ഒരു പ്രത്യേക ശബ്ദം കേട്ട് മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടാണ് അവരെല്ലാം സൂയിസൈഡ് ചെയ്തേക്കുന്നത്. റൂബൻ ആ ടൈമിലാണ് അവിടെയുള്ള ഒരു ലൈബ്രറിയിൽ മുമ്പ് കണ്ട ആ ഒരു സിമ്പിൾ കണ്ടെത്തുന്നത്. അവൻ അന്വേഷിക്കുമ്പോൾ ആ മരിച്ച കുട്ടികളും അവന്തികയും ആ ലൈബ്രറി സ്ഥിരമായി വരാറുണ്ടെന്നറിയും. ഈ മരണങ്ങളും അവന്തികയുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയ റൂബൻ അവളെ ആ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും. ലൈബ്രറിയിൽ പോയി അവന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവന്റെ എല്ലാ എക്യുപ്മെന്റ്സും ഒരേ സമയം ട്രിഗർ ആവാൻ തുടങ്ങും. അതായത് അവിടെ 1, 2, 10 അല്ല, അതിൽ കൂടുതൽ ആത്മാക്കളുണ്ട്. ആ ആത്മാക്കളെല്ലാം കൂടി അവന്തികയെ അറ്റാക്ക് ചെയ്യും. അവൾ അങ്ങനെ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. റൂബൻ ആ ലൈബ്രറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അത് പണ്ടൊരു ചർച്ചായിരുന്നെന്ന്. അവിടെ വെച്ച് അവനൊരു മ്യൂസിക് കേൾക്കും. ആ മ്യൂസിക് അവൻ റീജനറേറ്റ് ചെയ്ത് അതിൻ്റെ ഒറിജിൻ അന്വേഷിച്ച് പോകും. അങ്ങനെ പോകുന്ന ടൈമിൽ അവൻ്റെ വണ്ടി തനിയെ നാവിഗേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവൻ ഒരാളെ കാണും. അയാൾ ഈ മ്യൂസിക് നോട്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ചർച്ചിന്റെ ഫ്ലാഷ് ബാക്ക് പറയും. ആ മെഡിക്കൽ കോളേജിന്റെയും ചർച്ചിന്റെയൊക്കെ ഓണേഴ്സ് ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു, ഡയാനയും ഡാനിയലും. ഡയാന മെന്റലി ചലഞ്ചിലായിട്ടുള്ള കുട്ടികളെ എടുത്ത് വളർത്തുന്നുണ്ടായിരുന്നു. 42ഓളം കുട്ടികളെ അവർ നോക്കിയിരുന്നു. അവരെ താമസിപ്പിക്കാൻ വേറെ പ്ലേസ് ഇല്ലാതെ വരുമ്പോഴാണ് ആ ചർച്ചിൽ താമസിപ്പിക്കുന്നത്. ഡയാന മ്യൂസിക് തെറാപ്പിയിലൂടെ ആ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റിസർച്ചിലായിരുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ആ മ്യൂസിക് നോട്ട്. പക്ഷേ പെട്ടെന്നൊരു ദിവസം എന്തോ ഒരു അപൂർവ രോഗം വന്ന് ആ കുട്ടികളെല്ലാം മരിച്ചു പോവുകയാണ്. പിന്നീട് ഡയാനെ ആരും കണ്ടിട്ടില്ല. ഡാനിയലാണെങ്കിൽ വേറെ കല്യാണം കഴിച്ച് US പോവുകയും ചെയ്തു. ഇതൊക്കെ കേട്ട റൂബൻ ആ കുട്ടികളുടെ ശവപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ ബോഡികളില്ല, പകരം വവ്വാലുകളെ കുപ്പിയിൽ അടച്ചു വെച്ചേക്കുവാണ്. അത് മെക്സിക്കോയിലുള്ള ഒരുതരം ബ്ലാക്ക് മാജിക് ആണെന്ന് അവന് മനസ്സിലാവും. ഡാനിയലായിരിക്കും ഇതിന്റെ പുറകിൽ എന്നവൻ കരുതും. റൂബൻ ഈ കാര്യങ്ങളെല്ലാം അവന്തികയോട് പറയും. അത് കഴിയുമ്പോൾ അവൾക്കൊരു വിഷൻ വരും. അതായത് ഡയാന മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന്. അങ്ങനെ അവർ ഡയാന അവിടെ തന്നെയുള്ള ഒരു ICUയിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഡയാന 30 വർഷങ്ങളായിട്ട് കോമയിലാണ്. ഡയാനയ്ക്ക് ഒരിക്കലും ബോധം വരാതെ ഇരിക്കാൻ അനസ്തേഷ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മഹത്യ ചെയ്ത 3 സ്റ്റുഡൻസ് ആയിരുന്നു അവർക്ക് അനസ്തേഷ്യ കൊടുത്തുകൊണ്ടിരുന്നത്. റൂബൻ ഡയാനെ ചെക്ക് ചെയ്തിട്ട് അവൾ മരിച്ചുപോയി എന്ന് പറയും. ഡയാന മരിച്ചുപോയതറിഞ്ഞ് ഡാനിയൽ നാട്ടിലേക്ക് വരും. പക്ഷേ ഡയാന ഫിസിക്കലി മരിച്ചിട്ടില്ല. അവളുടെ ആത്മാവ് അവളുടെ ബോഡിയിൽ നിന്ന് ആ 42 കുട്ടികളുടെ ആത്മാക്കളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഡാനിയൽ വന്നിട്ട് ഡയാനയുടെ വെന്റിലേറ്റർ മാറ്റി ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ പറയും. ആ ടൈം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി റൂബൻ വന്ന് അവരെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെയും പിറകിൽ ഡാനിയൽ ആയിരുന്നില്ല. ഡാനിയലിന്റെ സെക്കൻഡ് വൈഫ് ആയിരുന്ന നാൻസി ആയിരുന്നു. നാൻസി പണ്ട് ഈ കുട്ടികളെ വെച്ച് ബ്ലാക്ക് മാജിക് എക്സ്പെരിമെന്റ് ചെയ്തത് കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ അന്ന് മരിച്ചുപോയത്. ഇതറിയുമ്പോൾ ഡാനിയലിനെയും അവൾ കൊല്ലും. എന്നിട്ട് ഡയാനയെ കൊല്ലാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് പോകും. അവിടെ വെച്ച് കുട്ടികളുടെ ആത്മാക്കൾ അവളെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ബ്ലാക്ക് മാജിക് പവർ ഉള്ളതുകൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ടൈമിൽ റൂബൻ ആ മ്യൂസിക് നോട്ട് പ്ലേ ചെയ്ത് ബ്ലാക്ക് മാജിക്കിന്റെ പവർ ഇല്ലാതാക്കും. അങ്ങനെ നാൻസിയെ അവർ കൊല്ലും. അതിനുശേഷം ഡയാന അവരുടെ ബോഡിയിലേക്ക് തിരിച്ചു പോകും. ആൻഡ് ദിസ് ഈസ് ദ എൻഡ്. ഈ സിനിമയുടെ പേരാണ് ശബ്ദം.